ഒഴിഞ്ഞു മാറിപ്പോകുന്നവരല്ല. എൻ്റെ പ്രകൃതി ചികിത്സാലയങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും അവിടെ വരാം. ദിവസേന 2.5 മണിക്ക് നടക്കുന്ന ക്ലാസ്സുകളിൽ പങ്കെടുക്കാം. വൈകിട്ട് 7:30 മണിക്ക് നടക്കുന്ന രോഗികളുടെ കൂട്ടത്തിൽ പങ്കുചേരാം. ഏത് രോഗിയോടും നിങ്ങൾക്ക് സംസാരിക്കാം, തുറന്ന് സംസാരിക്കാം. അവരെല്ലാവരും പറയും, ഞങ്ങൾ 10 കൊല്ലമായി, 20 കൊല്ലമായി, 25 കൊല്ലമായി ഈ അലോപ്പതി ബാധയുടെ കെണിയിൽപ്പെട്ടവരാണ്. ഡോക്ടർ VS വിജയൻ, ഗാഡ്ഗിൽ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട മെമ്പർ, വളരെ പ്രശസ്തനായ പ്രകൃതി ശാസ്ത്രജ്ഞൻ, 2 കൊല്ലം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പ്രകൃതി ചെയ്യണം, പ്രമേഹത്തിന് മരുന്ന് കഴിക്കരുത്, പ്രമേഹത്തിന്റെ മരുന്ന് പ്രമേഹത്തെക്കാൾ കൂടുതൽ ആപത്താണ്, ഒഴിയാബാധയാണ്. അദ്ദേഹം തയ്യാറായില്ല. കാരണം ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ശാസ്ത്രബോധവുമായി ഈ പ്രകൃതി ചികിത്സയെക്കുറിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങ് പൊരുത്തപ്പെടുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ ലളിത വിജയനും പ്രമേഹം ഉണ്ടായിരുന്നു. ഡോക്ടർ VS വിജയനും ലളിത വിജയനും കോയമ്പത്തൂരിലെ KG ഹോസ്പിറ്റലിലാണ് ചികിത്സ നടത്തിയത്. 25 കൊല്ലം ഒരു രോഗത്തിന്റെ ചികിത്സ. KG ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ അദ്ദേഹത്തെയും ഭാര്യയെയും കൂട്ടി കളിയാക്കി പറഞ്ഞിരുന്നത് കോയമ്പത്തൂരിലെ ഏറ്റവും മധുരമുള്ള ദമ്പതിമാരെന്നാണ്. 555 ഡോക്ടർ VS വിജയന്റെ ബ്ലഡ് ഷുഗർ. ഒടുവിൽ മരുന്നും പ്രമേഹവും കൂടെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസരത്തിൽ എന്റെ നിർബന്ധത്തിന് വഴങ്ങി അവർ എന്റെ പ്രകൃതി ചികിത്സാലയത്തിൽ, കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ അടുത്തുള്ള പ്രകൃതി ചികിത്സാലയത്തിൽ വന്ന് കിടന്നു. 21 ദിവസം കൊണ്ട് അദ്ദേഹത്തിന്റെ മരുന്നുകൾ മുഴുവൻ നിർത്തി. ഭാര്യ ലളിത വിജയന്റെ മരുന്നുകൾ നിന്നു. വളരെ സന്തോഷത്തോടെ തിരിച്ചുപോയി. 2 കൊല്ലം ഒരു മരുന്നും കഴിക്കാതെ ആഹ്ലാദത്തോടെ കേരളമൊട്ടാകെ ഓടി നടന്നുകൊണ്ട് അദ്ദേഹം പറയുന്നു, പ്രകൃതി ജീവനം MSc പഠിക്കുന്ന കാലത്തെ ക്ലാരിറ്റിയിലേക്ക് എൻ്റെ ചിന്തയെ നയിച്ചു. എൻ്റെ കണ്ണിന്റെ കാഴ്ചശക്തി കൂടി, എൻ്റെ ബ്ലഡ് ഷുഗർ നോർമലാണ്, ഭാര്യയുടെയും അതുപോലെ. 22 വർഷം എനിക്ക് ഡയബറ്റിക്സ് ഉണ്ടായിരുന്നു. ആ 22 വർഷത്തിനകത്ത് ആയുർവേദം കഴിച്ചു, ആദ്യം ഇംഗ്ലീഷ് കഴിച്ചു, പിന്നെ ഹോമിയോ കഴിച്ചു, പിന്നെ ആയുർവേദം കഴിച്ചു, പിന്നെ ഇതെല്ലാം ചേർത്ത് കഴിച്ചു. ഒന്നുകൊണ്ടും വലിയ ഗുണം കണ്ടില്ല. എൻ്റെ വൈഫിനും ഉണ്ട്. ഇപ്പം രണ്ടുപേരും കൂടെ തീരുമാനിച്ചു നോക്കാം അവിടെ പോയി കിടക്കാമെന്ന് കഴിച്ചു. അങ്ങനെ അവിടെ പോയി 15 ദിവസം കിടന്നു. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് വലിയ പ്രശ്നമില്ലാണ്ട് മാറി. 4-ാമത്തെ ദിവസം തുടങ്ങി എല്ലാ മരുന്നും നിർത്തിക്കോളാൻ പറഞ്ഞു, നിർത്തി. അതിനുശേഷം ഇന്ന് വരെ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ കയറിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയത്. അതായത് 22 വർഷത്തിന് ശേഷം മെഡിക്കൽ ഷോപ്പിൽ പോയിട്ടില്ല എന്നാണ് പറയുന്നത്. അതൊരു വലിയൊരു ആശ്വാസമായിരുന്നു. പണ്ട് ഞാൻ MScക്ക് ബറോഡയിൽ പഠിക്കുന്ന അതേ ഒരു ഫീലിംഗാണ് ഇപ്പോഴും എനിക്കുള്ളത്. ഒരു മരുന്നുമില്ല, ഓടി നടക്കുന്നു, ഒരുപാട് മീറ്റിങ്ങുകൾ ഇതിലെ പോകുന്നുണ്ട്, നടക്കുന്നുണ്ട്. ഒരു ദിവസവും